ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉത്തർപ്രദേശിനെ പിടിച്ചുലച്ച വലിയ സംഘർഷങ്ങൾക്ക് കാരണമായ സംഭാലിലേക്ക് പുറപ്പെടാനായി, അവിടെ എത്താനായി, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുവാനും അവിടെയുള്ളവരുമായി സംസാരിക്കാനുമൊക്കെയായി പുറപ്പെട്ട മലയാളികൾ കൂടി അടങ്ങിയ 5 അംഗ മുസ്ലിം ലീഗിൻ്റെ MP സംഘത്തെ ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ നൽകാൻ കഴിയുന്ന പ്രധാന വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സംഘർഷമുണ്ടാവുകയും 5 പേർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭാലിലേക്ക് എത്തുകയായിരുന്നു ഈ MP-മാരുടെ സംഘത്തിൻ്റെ ലക്ഷ്യം. ET മുഹമ്മദ് ബഷീർ, അബ്ദുൾ വഹാബ്, സമദാനി, തമിഴ്നാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ MP ഇവരെല്ലാം ചേർന്നായിരുന്നു പോയത്. ദില്ലി ബോർഡർ കടന്ന് ഗാസിയാബാദിൽ എത്തുമ്പോഴേക്കും പോലീസിൻ്റെ ഒരു വലിയ സന്നാഹം അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. MP-മാരെ തടഞ്ഞതിന് ശേഷം MP-മാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ മാസം 30 വരെ ഒരു സംഘടനയുടെ നേതാവിനെയോ സംഭാലിൽ കടത്തില്ല എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാണ്, നിരോധനാജ്ഞയാണ്. അത് മറികടന്ന് പോകാൻ കഴിയില്ല എന്ന് MP-മാരോട് അറിയിച്ചു. MP-മാർ പറഞ്ഞത് തങ്ങൾ അവിടെ പോയിട്ട് ഇരകളാക്കപ്പെട്ടവരെ, ഇല്ലെങ്കിൽ അവിടെ ഈ വലിയ യാതന അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാനാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായി കത്തിക്കാളി മതവൈര്യത്തിൻ്റെ പേരിൽ അവിടെ ഉറഞ്ഞുതുള്ളിയ ഒരു വലിയ കലാപമായിരുന്നു നടന്നത്. അവിടേക്കാണ് ഇത്തരമൊരു സംഘം പോയത്. ഏതായാലും രാഷ്ട്രീയ നേതാക്കളൊന്നും തന്നെ അതിൻ്റെ 7 അയലത്ത് പോലും വരരുത് എന്നൊരു ഉത്തരവ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് ഇവർ കാണാഞ്ഞിട്ടല്ല, പകരം അവിടം വരെ പോകുന്ന ഒരു സുഖം അത്രമാത്രമാണ്. ഏതായാലും അധികം സുഖിക്കേണ്ട എന്നാണ് യോഗി ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ അവരാണ്.